നമസ്കാരം. തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ലോകമെമ്പാടും വിഡ്ഢി ദിനമായി ആചരിക്കുകയാണ്. അതായത് ഏപ്രിൽ ഫുൾ. ഇതെന്താണ്? വിഡ്ഢികൾക്കായ ഒരു ദിനമോ? നിങ്ങൾ ആരെങ്കിലും ഇതേപറ്റി ചിന്തിച്ചിട്ടുണ്ടോ? ഇതിന്റെ പിന്നിലെ കഥ എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ആദ്യമായി യൂറോപ്പുകാരാണത്രേ ഏപ്രിൽ ഫുൾ ദിനം ആചരിച്ചത്. പിന്നീട് കാലക്രമേണ ഇത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയായിരുന്നു. എല്ലാ വർഷവും ഏപ്രിൽ 1-നാണ് ലോക വിഡ്ഢി ദിനമായി ആചരിക്കുന്നത്. കുറ്റബോധമില്ലാതെ സുഹൃത്തുക്കളെ പറ്റിക്കാനും പരിഹസിക്കാനും ഒക്കെയുള്ള ഒരു അവസരമായിട്ടാണ് എല്ലാവരും ഏപ്രിൽ ഫുൾ ദിനത്തെ കാണുന്നത്. ഇപ്പോൾ ലോകത്തിന്റെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഈ ആഘോഷം ഒരു പതിവാണ്. ചരിത്രകാരന്മാർ പറയുന്നതനുസരിച്ച് ഗ്രിഗോറിയൻ കലണ്ടർ കണ്ടുപിടിച്ച പോപ്പ് ഗ്രിഗോറി 13-ന്റെ ഓർമ്മയ്ക്കായാണത്രേ ഈ ദിനം ആഘോഷിക്കുന്നത്. ഇനി ഇതിനു പിന്നിലെ കഥ എന്താണെന്ന് പറയാം. 1952-ലാണ് എല്ലാ വർഷവും ജനുവരി 1 മുതൽ പുതിയ കലണ്ടർ തുടങ്ങുമെന്ന നിയമം നിലവിൽ വന്നത്. അതുവരെ മാർച്ച് അവസാനമായിരുന്നു പുതുവത്സര ദിനമായിട്ട് ആളുകൾ കൊണ്ടാടിയിരുന്നത്. വിശ്വാസപ്രകാരം ഏപ്രിൽ 1-നാണ് ലോകത്ത് ജൂലിയൻ കലണ്ടറിൽ നിന്ന് ഗ്രിഗോറിയൻ കലണ്ടറിലേക്കുള്ള മാറ്റം അരങ്ങേറിയത്. അതുകൊണ്ടാണ് ആളുകൾ ഏപ്രിൽ 1-ന് വിശേഷ ദിനമായി ആചരിച്ചു പോകുന്നത്. എന്നാൽ റിപ്പോർട്ടുകൾ അനുസരിച്ച് ചില ആളുകൾ ജൂലിയൻ കലണ്ടറിൽ നിന്ന് ഗ്രിഗോറിയൻ കലണ്ടറിലേക്ക് മാറാൻ വിസമ്മതിച്ചിരുന്നത്രേ. ആദ്യമായി പുതിയ കലണ്ടർ അംഗീകരിച്ച് നടപ്പിലാക്കിയ രാജ്യം ഫ്രാൻസ് ആണ്. പുതിയ കലണ്ടർ അനുസരിക്കാത്തവരെ വിഡ്ഢികളാണെന്ന് പറഞ്ഞ് പരിഹസിക്കാൻ വേണ്ടിയാണത്രേ ഏപ്രിൽ ഫുൾ ഡേ ആചരിക്കാൻ തുടങ്ങിയത്. പുതിയ കലണ്ടർ അംഗീകരിച്ചവർ പഴയ കലണ്ടർ ഇപ്പോഴും പിന്തുടരുന്നവരെ വിഡ്ഢികൾ എന്ന് വിളിച്ച് പരിഹസിക്കാൻ തുടങ്ങി. പിന്നീട് എല്ലാവരും ഗ്രിഗോറിയൻ കലണ്ടറിലേക്ക് മാറിയെന്നാണ് ചരിത്രം പറയുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ മലയാളികൾക്ക് ദുഃഖം മറക്കാനും തമാശ പറയാനും മതിമറന്ന് ചിരിക്കാനും ഒക്കെയുള്ള ഒരു ദിവസം കൂടിയായിട്ടാണ് ഓരോ ഏപ്രിൽ ഫുൾ ദിനവും കടന്നു പോകുന്നത്.